ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം കേട്ടോ. ആദിത്യൻ എൻ്റർടൈൻമെൻറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തമ്പനെയിലും നമ്മൾ ഇൻട്രോയിലും കണ്ടതുപോലെ സ്റ്റാമ്പ് കളക്ഷനെ കുറിച്ചിട്ടാണ്. എന്താ പറയുക, നമുക്ക് നിധി കിട്ടുക എന്നൊക്കെ കേട്ടിട്ടില്ലേ, ആ ഒരു ഫീലിലാണ് ഇപ്പം നമ്മളുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങൾ പഴക്കമുള്ളതും എന്നാൽ നമ്മുടെ രാജ്യത്തിൻ്റേത് മാത്രമല്ല ലോകത്തുള്ള ഒരുവിധം രാജ്യങ്ങളുടെ സ്റ്റാമ്പുകൾ, എൻ്റെ ദൈവമേ, അതിൻ്റെ എണ്ണം എടുക്കാൻ കഴിയുന്നില്ല, അത്രയധികം രാജ്യത്തിൻ്റെ സ്റ്റാമ്പുകളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്കും കമൻറ്റൊക്കെ തരിക, സബ്സ്ക്രൈബ് ചെയ്യുക, ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്കറിയാം, സമ്പാദ്യം എന്നത് നമ്മളിൽ എല്ലാവരും ധരിച്ചിരിക്കുന്നത് കുറേ പണം കരുതി വയ്ക്കുക എന്നതാണ്. ഇന്നത്തെ തലമുറയ്ക്ക് അറിയാത്തൊരു കാര്യമാണ്, അല്ലെങ്കിൽ അവർക്കതിന് കഴിയുന്നില്ല എന്നതാണ് സത്യം. അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ ഓർമ്മകൾ സൂക്ഷിക്കുക എന്നത് കേവലം ഒരു ഡാറ്റകളായിട്ട് മാറിയ കാലത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. ഇതൊന്നും ഇല്ലാതിരുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു. ഇമെയിലോ മെസ്സേജോ വാട്സപ്പോ അല്ലെങ്കിൽ ചാറ്റ് ചെയ്യുന്നതിന് മറ്റൊരു ഓപ്ഷനും ഇല്ലാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. കത്തുകളല്ലാതെ മറ്റൊന്നും ഇല്ലാതിരുന്ന ഒരു കാലം. അത് നമ്മൾ ഇന്നത്തെ തലമുറയ്ക്കൊന്നും ചിന്തിക്കാൻ പോലും കഴിയാതിരുന്ന ഒരു കാലം. ഇനിയൊരു കഥയാണ് നമ്മൾ പറയാൻ പോണത്. അതെന്ന് വെച്ചാൽ, തൻ്റെ പ്രവാസ ജീവിതത്തിൻ്റെ ഒഴിവ് സമയങ്ങളിൽ ഇത്തരം സ്റ്റാമ്പ് കളക്ഷനായി മുന്നോട്ട് പോയ ഒരാളുണ്ട്. കളക്ഷൻ എന്ന് പറഞ്ഞാൽ ചുമ്മാ ഒരു രാജ്യത്തിൻ്റെ സ്റ്റാമ്പുകൾ എടുത്ത് അല്ലെങ്കിൽ അത് ചെയ്യുക മാത്രമല്ല അദ്ദേഹം ചെയ്തത്. വേൾഡ് വൈഡ് അത് കളക്ട് ചെയ്യാൻ അദ്ദേഹം തീരുമാനിച്ചു. അതിനുവേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചു, ഒരുപാട് കഷ്ടപ്പെട്ടു, ഒരുപാട് കൂട്ടുകാരെയൊക്കെ കണ്ടുമുട്ടി, അതിനുവേണ്ടി കഷ്ടപ്പെട്ട് അതൊരു സ്റ്റാമ്പ് എന്താ പറയുക കളക്ട് ചെയ്ത് സൂക്ഷിക്കാനുള്ളൊരു ഫയലുണ്ടാക്കി. അങ്ങനെ അത് സൂക്ഷിച്ചു വെച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ സൂക്ഷിച്ച് വയ്ക്കുകയല്ല, എത്ര വർഷങ്ങളാണ് അദ്ദേഹം സൂക്ഷിച്ചു വെച്ചതെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. കാരണം അദ്ദേഹത്തിൻ്റെ മക്കളുടെ മക്കളുമായി പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ എന്താ പറയുക, കഴിഞ്ഞ ആഴ്ച നമ്മൾ വീട്ടിൽ വെച്ചൊരു സാധനം നമുക്കിപ്പോൾ തിരഞ്ഞു നോക്കിയാൽ കാണില്ല. കാരണം നമ്മളത് മറന്നിട്ടുണ്ടാവും, നമ്മളെവിടെയാണ് വെച്ചത് അത് മറന്നു പോയിട്ടുണ്ടാവും. അങ്ങനത്തെ ആൾക്കാരാണ് നമ്മൾ. അപ്പോൾ ഇത്രയും വർഷം ഇതൊന്നും കേടുവരാതെ പൊന്നുപോലെ അല്ലെങ്കിൽ നിധി പോലെ സൂക്ഷിച്ചിട്ടുള്ള ഒരാളുടെ കയ്യിൽ നിന്നാണ് നമുക്കിത് കിട്ടിയത്. അത് മറ്റാരുമല്ല, നമ്മളുടെ ആദിത്യൻ്റെ ഗ്രാൻഡ് ഫാദറാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഗോപി എന്നാണ്, കണ്ടംപുള്ളി ഗോപി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിനോട് നന്ദി രേഖപ്പെടുത്തേണ്ട. ഇത്രയും വലിയൊരു ഹ്യൂജ് കളക്ഷൻ, ഇത്രയും പഴക്കമുള്ള അല്ലെങ്കിൽ ഒരു ഹ്യൂജ് കളക്ഷൻ നമുക്ക് വീഡിയോ ചെയ്യാനായിട്ട് കിട്ടിയത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നാണ്. അപ്പോൾ അദ്ദേഹത്തിനോട് നമ്മൾ നന്ദി രേഖപ്പെടുത്തേണ്ട. അതുപോലെ തന്നെ നമ്മൾ ഈ സ്റ്റാമ്പുകളെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ, ആദ്യകാലത്ത് നമ്മളുടെ കയ്യിലൊക്കെ ഉണ്ടായിരുന്നത്, അത് നമ്മൾ പണ്ട് ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ സൂക്ഷിച്ചിട്ടൊക്കെ വെക്കാറുണ്ട്. ഓർമ്മ ഉണ്ടോയെന്ന് അറിയില്ല. 90 കിഡ്സിനൊക്കെ പെട്ടെന്ന് ഓടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീപ്പെട്ടിക്കൊള്ളി, അതുപോലെ തന്നെ ബൂമർ എന്ന് പറഞ്ഞിട്ടൊരു ബബിൾക്ക് മേടിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ബബിൾക്ക് മിഠായി ഉണ്ടായിരുന്നു പണ്ട്. അത് മേടിക്കുന്ന സമയത്ത് നമുക്ക് കുറേ ക്രിക്കറ്റ് സ്റ്റാർസിൻ്റെയൊക്കെ കാർഡുകളൊക്കെ നമുക്ക് കിട്ടിയിരുന്നു. അപ്പോൾ നമ്മളതൊക്കെ കളിക്കാനായിട്ട് സൂക്ഷിച്ച് വെക്കുകയും, കെട്ട് കണക്കിനൊക്കെ കയ്യിലുണ്ടായിരുന്ന കൂട്ടുകാരൊക്കെ എനിക്കറിയാം. നമ്മളെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരുപാട് കൂട്ടുകാരന്മാരെ എനിക്കറിയാം, ഒരുപാട് സൂക്ഷിച്ച് വെച്ചിട്ടുള്ള കൂട്ടുകാരൊക്കെ അറിയാം. കാലം കടന്നുപോയി, ഒരുപാട് മാറ്റങ്ങൾ വന്നു, ഇലക്ട്രോണിക്സ് മേഖലകൾ കുതിച്ച് കയറി. ഇപ്പം അങ്ങനത്തെ സ്റ്റിക്കറുകളോ അതൊന്നും അധികം കാണാനില്ല. ഇപ്പോഴും മിഠായിയുടെ അല്ലെങ്കിൽ ബബിൾഗത്തിൻ്റെ കൂടെയൊക്കെ അപ്പോഴും കൊടുക്കുന്നുണ്ടെന്നൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ അത്ര അധികം ഒന്നും കാണാറില്ല. അതുപോലെ തന്നെ സൂക്ഷിച്ച് വയ്ക്കുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഹോബിയായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു വലിയ തലമുറ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കറിയാം, നമുക്കൊരുപാട് ഹോബികളുണ്ടാവും. പുസ്തകം വായിക്കുക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യുക, പാട്ട് കേൾക്കുക, അല്ലെങ്കിൽ ഒരുപാട് ഹോബീസുള്ള ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ അത്ര ഒരു ഹോബിയിൽ പെട്ട ഒരു സംഭവമായിരുന്നു ഈ സ്റ്റാമ്പ് കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എളുപ്പമല്ല ഇത് കളക്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ. കളക്ടിങ് എന്ന് വെച്ച് കഴിഞ്ഞാലേ, നമ്മൾ ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരാൾക്ക് ഇന്ത്യയിലെ സ്റ്റാമ്പുകൾ കിട്ടാനേ വഴിയുള്ളൂ. അപ്പോൾ പുറം രാജ്യങ്ങളിലൊക്കെ കറങ്ങിയടിക്കുന്ന ഒരാൾക്ക് മാത്രമാണ് ഇത്തരം ഒരു
ഹ്യൂജായിട്ടുള്ള അന്യ രാജ്യങ്ങളുടെ, അതായത് നമ്മളെ അയൽ രാജ്യം മാത്രമല്ല വേൾഡ് വൈഡ് ഈ കളക്ഷൻ കിട്ടാൻ സാധ്യതയുള്ളൂ. അപ്പം അങ്ങനെ അത് കളക്ഷൻ കിട്ടുക മാത്രമല്ല, അത് അവിടെ നിന്ന് കളക്ട് ചെയ്ത് കേടുവരാതെ തിരിച്ച് നമ്മുടെ വീട്ടിലെത്തി ഇത് ഇത്രയും സേഫായിട്ട് സൂക്ഷിച്ചു വെച്ചു. അതാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതേതായാലും അടുത്തൊരു തലമുറയ്ക്ക് കൈമാറാൻ വേണ്ടി കരുതി വെച്ചതിന് ഒരുപാട് നന്ദി. അത് കാരണമാണ് നമുക്ക് ഈ വീഡിയോ എടുക്കാനും നിങ്ങൾക്ക് മുന്നിൽ ഇത് അവതരിപ്പിക്കാനൊക്കെ പറ്റിയത്. ഒരു പക്ഷേ നമുക്കിനി ഇതൊന്നും കാണാൻ കഴിയില്ല. കാരണം നമ്മൾക്കറിയാം, നമുക്ക് ചുറ്റുമുള്ള പോസ്റ്റ് ഓഫീസുകളുടെയൊക്കെ എണ്ണം കുറഞ്ഞു വരികയാണ്. കത്തിടപാടുകളൊക്കെ കുറഞ്ഞു വരികയാണ്. മാത്രമല്ല, ഇപ്പോൾ പോസ്റ്റ് ഓഫീസൊക്കെ നിലനിൽക്കുകയാണെങ്കിൽ പോലും കഴിഞ്ഞു പോയ ഒരു കാലഘട്ടത്തിൻ്റെ സ്റ്റാമ്പുകൾ, അന്നത്തെ ഭരണാധികാരികൾ, അന്നത്തെ പ്രത്യേകതകൾ, അന്നത്തെ സ്പോർട്സ് താരങ്ങൾ, അന്നത്തെ ഓരോ ഡേകൾ, ഇപ്പോൾ പണ്ടും ഉണ്ടായിരുന്നു കേട്ടോ. ഫുഡ്, ലോക ഭക്ഷ്യദിനം, അതുപോലെ തന്നെ ലോക കൃഷി ദിനം എന്നൊക്കെ പറഞ്ഞിട്ട് പണ്ടും ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ഇതിലുണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ള കുറേ നേതാക്കന്മാർ, അതുപോലെ ഡെവലപ്പ് ആവുന്നതിന് മുമ്പുള്ള കുറേ രാജ്യങ്ങൾ, ഇപ്പോൾ ആഫ്രിക്ക പോലുള്ള രാജ്യങ്ങളുടെ, അങ്ങനെ വലിയൊരു കളക്ഷൻ ഇദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു രക്ഷയില്ല, അത്ര അധികം കളക്ഷൻസാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയൊരു തലമുറയ്ക്ക് ഇത് കാണാൻ കിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ, അതായത് അവർക്ക് ഇത് ഇന്ന് കിട്ടാൻ പോകണമൊന്നുമില്ല. ഇത് തന്നെയാണ് ഏറ്റവും വലുത്. നമ്മളെ ഇന്ദിരാഗാന്ധിയുടെ സ്റ്റാമ്പാണ് കേട്ടോ ഇത്. ഉരുക്കു വനിത. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ്, വനിതാ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി. ഹിസ്റ്ററി ഞാൻ പറയുന്നില്ല, എല്ലാവർക്കും അറിയാം. ഒരു രക്ഷയില്ല. നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറത്തേക്കുള്ള കാലപ്പഴക്കമുള്ള സ്റ്റാമ്പുകൾ, ഒരു രക്ഷയില്ല. ഇതിലിപ്പോൾ ഞാൻ നോക്കിയിട്ട് കാണാത്തത് നമ്മുടെ അയൽ രാജ്യമായ അഫ്ഗാനിസ്ഥാൻ്റെ കിട്ടിയില്ല. ബാക്കി എല്ലാം ഉണ്ട് കേട്ടോ. പാകിസ്ഥാൻ, ശ്രീലങ്ക, ബംഗ്ലാദേശ്, കാനഡ, അമേരിക്ക, ഫ്രാൻസ്, എൻ്റെ പൊന്നോ, ഒരു രക്ഷയില്ല കേട്ടോ. ചെറിയൊരു കാലയളവിൽ നമ്മൾ ഒരുവിധം മ്യൂസിയങ്ങളൊക്കെ സന്ദർശിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ ഇത്രയും എനിക്ക് തോന്നുന്നു ഈ സ്റ്റാമ്പ് കളക്ഷൻസിൻ്റെ സാധനങ്ങളൊന്നും ഞാൻ എവിടെയും കണ്ടിട്ടില്ല അധികം. ഇനിയിപ്പോൾ നമ്മളെ ശ്രദ്ധയിൽപ്പെടാണ്ടാണോ എന്താണോ എന്നറിയില്ല. അപ്പോൾ നിങ്ങളിതുപോലെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ, അതായത് ഇത്രയും വലിയ ഹ്യൂജ് സ്റ്റാമ്പ് കളക്ഷൻ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക കേട്ടോ. തീർച്ചയായിട്ടും നമ്മൾക്കത് വീഡിയോ ആയിട്ട് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കാരണം ഇതൊക്കെ ഒരു അടുത്ത തലമുറ തീർച്ചയായും കാണേണ്ട ഒരു സംവിധാനമാണ്. ഇനി ഒരിക്കലും ഉണ്ടാവില്ല. പോസ്റ്റ് ഓഫീസിൻ്റെ അല്ലെങ്കിൽ കത്തിടപാടുകളുടെ വലിയൊരു വളർച്ച ഇനി ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുപോലെ തന്നെ നമുക്ക് വിദേശത്ത് നിന്ന് ഇപ്പോൾ നമ്മളെ ആരെങ്കിലും അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ കൂട്ടുകാരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ US എന്ന് പറഞ്ഞാൽ ഒരിക്കലും കത്തയക്കുന്നില്ല. അതുപോലെ തന്നെ ഓസ്ട്രേലിയയിലുള്ള ഒരു സുഹൃത്ത് ഒരിക്കലും കത്തയക്കുന്നില്ല. എല്ലാം നമുക്ക് വാട്സപ്പിലാണ് അവർ ചെയ്തു തരുന്നത് അല്ലേ. അവരുടെ ഓരോ മൂമെൻറ്റ്സും നമുക്ക് വാട്സപ്പിലാണ് ഷെയർ ചെയ്യുന്നത്. പിക്ചറായാലും അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും മെസ്സേജ് തരണമെങ്കിൽ അതായാലും ഒക്കെ അവർ വാട്സപ്പിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കത്തിടപാടുകളിൽ ഇനി അത്തരം ഒരു സ്റ്റാമ്പ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നു, അല്ലെങ്കിൽ ആ സ്റ്റാമ്പ് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്നു, ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല കേട്ടോ. അത്തരം ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ തലമുറയ്ക്ക് ഇത്തരം ഒരു വലിയ കളക്ഷൻ ഉണ്ടാക്കാൻ കഴിയുമെന്നും എനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല, ഇതിൻ്റെ പഴക്കം ശരിക്കും നമ്മളെ അത്ഭുതപ്പെടുത്തുന്നു. 1 പൈസയുടെ സ്റ്റാമ്പൊക്കെ ഇതിലുണ്ട് കേട്ടോ. 1 പൈസയുടെ സ്റ്റാമ്പ്, അതുപോലെ 25 പൈസയുടെ സ്റ്റാമ്പ്, 20 പൈസയുടെ സ്റ്റാമ്പ്, അങ്ങനെ ഒരുപാട് കളക്ഷൻസ്. ഇത് വീഡിയോ ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എത്രമാത്രം ക്ലിയർ ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. എന്നാലും അടുപ്പിച്ച് ഒരുവിധം നമ്മളുടെ കഴിവിൻ്റെ പരമാവധി നമ്മൾ അത് നല്ല വൃത്തിയായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യണം. വെറുതെ കമൻറ്റ് ചെയ്താൽ പോരാ, നിങ്ങളുടെ കയ്യിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയുടെ കയ്യിലോ അല്ലെങ്കിൽ ഇത്തരം സ്റ്റാമ്പ് കളക്ഷൻ ഉണ്ടെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്താൽ വലിയ ഉപകാരമായിരിക്കും. കാരണം ഇത്തരം ഐറ്റംസ്, അതായത് ഇത്രയും പഴക്കവും ഇതൊക്കെ ഉള്ളൊരു ഐറ്റംസ് നമ്മൾ അടുത്തൊരു തലമുറയിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അത് നമ്മൾ വലിയൊരു കാര്യം തന്നെയാണ്, അതിലൊരു സംശയമില്ല.
അതുപോലെ തന്നെ ഇത്തരം ഒരു ഹോബീസ് നമ്മളുടെ കുട്ടികളിൽ അല്ലെങ്കിൽ നമ്മളുടെ വീടുകളിൽ വളർത്തിയെടുക്കുന്നത്, അതായത് ഇത്തരം കാര്യങ്ങൾ സൂക്ഷിക്കുക എന്നുള്ളത് ഒരു ഹോബി പോലെ വളർത്തിയെടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ കുട്ടികളിൽ ഒരു പ്രത്യേക സ്വഭാവ വിശേഷങ്ങൾ വളർത്താൻ നമുക്ക് കഴിയാം. 24 മണിക്കൂർ നമുക്ക് മൊബൈലോ അല്ലെങ്കിൽ മറ്റുള്ള ഗെയിമുകളോ ഒന്നും അഡിക്റ്റ് ആവാതെ നമുക്ക് കാത്ത് സൂക്ഷിക്കാനും പറ്റും. സ്റ്റാമ്പ് കളക്ഷൻ, അതുപോലെ സ്റ്റാമ്പ് എന്ന് മാത്രമല്ല, നമ്മളെ ഒരു ഓർമ്മകളിൽ നിൽക്കുന്ന ഒരുപാട് ഐറ്റംസ് നമുക്ക് വൃത്തിയായിട്ടും അല്ലെങ്കിൽ ഇത്തരം ഒരു ഫയലിങ്ങൊക്കെ വഴി സൂക്ഷിച്ച് വെക്കാൻ കഴിഞ്ഞ വലിയൊരു കാര്യമാണ്. അത് നമ്മൾ രക്ഷിതാക്കൾ വേണം കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ മഹത്വം, അതിൻ്റെ വില, അതിൻ്റെ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കി കൊടുക്കണം. മാത്രമല്ല അതിന് വേണ്ട ഒരു സാഹചര്യം കൂടി നമ്മൾ ഒരുക്കി കൊടുക്കണം കേട്ടോ. നമ്മൾ പറഞ്ഞു കൊടുത്താൽ മാത്രം പോരാ, അതൊരു സാഹചര്യം നമ്മളായിട്ട് തന്നെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരത് പിന്തുടർന്നുകൊള്ളും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഉപകാരപ്പെട്ടു എന്നൊക്കെ വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.